നമസ്കാരം. ആരോഗ്യ മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച്, മരുന്നിൻ്റെ കൊള്ളയെക്കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ചില സമയങ്ങളിൽ ചില പത്രങ്ങളെല്ലാം ഇത് പൊക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മരുന്നിന് പോലും മനസാക്ഷിയില്ല, മരുന്നിലൊട്ടും സത്യവുമില്ല. കേരള കൗമുദി 5 ജാനുവരിയിൽ ഒരു ആർട്ടിക്കിൾ എഴുതി. കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ആർട്ടിക്കിൾ എഴുതി. ജനറിക് പേര് എഴുതില്ല, ഡോക്ടർക്ക് നേട്ടം, കമ്പനി മരുന്ന് കമ്പനികൾക്ക് കൊയ്ത്ത്. കേരളത്തിൽ ഒരു മരുന്നിന് 3 പേരുകൾ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മുഴുവൻ പഠിച്ചിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഒന്നാമത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജനറിക് പേര് പാരസെറ്റമോൾ, അതിന് 3 കമ്പനികൾ ഉണ്ടെന്നാ പറയണം. കാലപ്പോൾ, ഫെപ്പാനിൽ, ക്രോസിൻ അല്ല, പിന്നെയുണ്ട് ഇഷ്ടംമാര, ഡോളോ, അനാസിൻ. അങ്ങനെ ഒരു രോഗത്തിന് ഒരു മരുന്ന്. പക്ഷെ ആ ഒരു മരുന്നിന് ചില മോളിക്യൂള് ചേർത്തുകൊണ്ട് 100ഓളം ഗുളികകളുണ്ട്. വയറിളക്കത്തിനായാലും, കിഡ്നിക്കായാലും, പനിക്കായാലും, തലവേദനക്കായാലും, ലിവർ, കിഡ്നി, എല്ലാ ഡിസീസിനും ഒരു മരുന്ന് പല പേരുകളിൽ പല കണ്ടന്റായിട്ട് ഡോക്ടർമാരുടെ ഇംഗിതത്തിന് വഴങ്ങി മരുന്ന് കമ്പനി നിർമ്മിച്ചു കൊടുക്കും. ഒരാള് ഇപ്പൊപ്പൊട്ടാമസ് എന്ന് പറഞ്ഞൊരു ഗുളിക ഇറക്കിയാൽ മറ്റാള് അപ്പൊപ്പൊട്ടാമസ് എന്ന് പറഞ്ഞ് വേറൊരെണ്ണം ഇറക്കും. ഞങ്ങൾ ശ്രീമതി ടീച്ചറുടെ പേരിൽ വരെയും ഒരു പ്രാവശ്യം കഫ് സിറപ്പ് ഇറക്കിയിട്ടുണ്ട്. ശ്രീമോൾ കറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് പോണ്ടിച്ചേരി ചെന്നാൽ നമുക്ക് പറയുന്ന പേരിൽ മരുന്നുണ്ടാക്കി തരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട്, പ്രത്യേകിച്ചും പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെയോ വീടിന്റെയോ ആശുപത്രിയുടെ സമീപത്തുള്ള കടകളിൽ മാത്രമേ ഈ മരുന്ന് കിട്ടുള്ളൂ. നമ്മൾ അവിടുന്ന് ഓട്ടോറിക്ഷയിലോ ബസ്സിലോ കയറിപ്പോയാൽ പിന്നെ നമുക്ക് ആ മരുന്ന് കിട്ടില്ല. ഒരു ഡോക്ടർ ഒരു കുറിപ്പിടി എഴുതിയാൽ അവിടുന്ന് 1 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് കിട്ടില്ല, അത് വേറെ ബ്രാൻഡിലായിരിക്കും. ബ്രാൻഡുകാരാണ് കമ്മീഷൻ കൊടുക്കുന്നത്. പിന്നെ കേരള കൗമുദി എഴുതിയ ഒരു തെറ്റ്, ഡോക്ടർമാർക്ക് നേട്ടം. ശരിയാണ്, ഡോക്ടർമാർക്ക് നേട്ടമുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാർക്ക്, ഇത് തടയേണ്ട രാഷ്ട്രീയക്കാർക്ക് നേട്ടമുണ്ട്. ഇത് തടയേണ്ട ഡ്രഗ് കൺട്രോളർ ഉദ്യോഗസ്ഥർക്ക്, ഭരണകൂടത്തിന്, ഡ്രഗ് കൺട്രോളർ, ലീഗൽ മെട്രോളജി, ക്വാളിറ്റി കൺട്രോൾ, ഫുഡ് സേഫ്റ്റി, അങ്ങനെ വിവിധ വകുപ്പുകളുണ്ട്. അവർക്കും നല്ല കൊയ്ത്താണ്. പിന്നെ എഴുതി കേരളത്തിലാണ് കൊയ്ത്ത്. അല്ല, ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു കൊയ്ത്താണ്. കേരളത്തിൽ അത് കുറച്ച് കൂടുതലാണ്. ഡോക്ടർമാർ ജനറിക് പേര് എഴുതിയില്ലെങ്കിൽ, മരുന്നിന്റെ രാസനാമം എഴുതിയില്ലെങ്കിൽ നടപടിയെടുക്കാമെന്ന് ഒരു നിയമമുണ്ട്. ഇവിടെ താടിയുള്ള ഏതപ്പനാണ് ഉള്ളത്? ഡോക്ടർമാർ കമ്പനിയുടെ പേരെഴുതുമ്പോൾ മരുന്ന് കമ്പനികളുടെ കമ്മീഷൻ കിട്ടാൻ വേണ്ടി പാരസെറ്റമോളിന് പകരം ഡോളോ അല്ലെങ്കിൽ ക്രോസിൻ അല്ലെങ്കിൽ കാലപ്പോൾ എന്ന് എഴുതുന്ന, ഫെപ്പാനിൽ എന്ന് എഴുതുന്ന, അങ്ങനെ എഴുതുമ്പോൾ പെനഡോൾ എന്ന് എഴുതുന്ന ആ ഡോക്ടർക്കെതിരെ ഇന്നേ വരെ ആരെങ്കിലും നടപടിയെടുത്തായിട്ടറിയോ? ഹെൽമെറ്റ് പിടിക്കാനേ ഇവിടുത്തെ പോലീസിനും പറ്റുള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കേ പറ്റുള്ളൂ. വമ്പൻ ഡോക്ടർമാർക്കും മരുന്ന് കമ്പനിക്കും എതിരെ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. കാരണം നമ്മുടെ ഗാനഗന്ധർവനുമായി ദാസേട്ടൻ, നമ്മുടെ പത്മവിഭൂഷൺ ഡോക്ടർ KG യേശുദാസുമായിട്ട് നമ്മൾ ഹൈക്കോടതിയിൽ 10-14 കൊല്ലമായി ആ കേസ് നടത്തണം, അഡ്വക്കേറ്റ് മനു വിൽസൺ വഴി. പിന്നെ ഇവിടെ എഴുതി ചാത്തൻ മരുന്ന്. അതായത് നമ്മുടെ നരേന്ദ്രമോദി ജന ഔഷധി എന്ന് പറഞ്ഞൊരു മരുന്ന് കടയുടെ ശൃംഖല കൊണ്ടുവന്നിട്ടുണ്ട്, മെഡിക്കൽ ഷോപ്പിന്റെ ജന ഔഷധി. ആ സത്യത്തിൽ ഞങ്ങളുടെ കേസിനെ തുടർന്ന് ഉണ്ടായതാണ്. അതിന്റെ പേപ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ ദാസേട്ടനും ഞാനും കൂടി കൊടുത്ത കേസിൽ ശാന്തി ഗുണശേഖരൻ എന്ന IAS ഉദ്യോഗസ്ഥ, ഹെൽത്തിന്റെ സെക്രട്ടറി, മെഡിസിൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ആ വിഭാഗത്തിൽപ്പെട്ട സെക്രട്ടറി കൊടുത്ത ഒരു നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ജന ഔഷധി വന്നത്. പക്ഷെ ഞങ്ങൾക്ക് വോട്ടില്ല, MLA അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്തായാലും ജന ഔഷധിയിൽ എന്താ കുഴപ്പം? എല്ലാ മരുന്നുകളും ഇല്ല.
എല്ലാ മരുന്നുകളും വേണ്ടേ? വയറിളക്കത്തിന്റെ മരുന്ന് മതിയോ? പനിയുടെ മരുന്ന് മതിയോ? നമുക്ക് കിഡ്നി, ലിവർ, ക്യാൻസർ, കീമോതെറാപ്പി, അങ്ങനെ മാരകമായ രോഗങ്ങൾ, ലൈഫ് സേവിങ് മെഡിസിന്റെ മരുന്നുകൾ കൂടി അവിടെ വേണ്ടേ? ഈ ജനൌഷധി ഷോപ്പ് വരാൻ വേണ്ടി ബെന്നി ജോസഫും ദാസേട്ടനും മിനിമം ഒരു 10 കൊല്ലം ഫൈറ്റ് ചെയ്തു. കൂടാതെ നരേന്ദ്രമോദിയോടൊക്കെ നിരവധി തവണ പറഞ്ഞു. എന്തായാലും BJP ഗവൺമെന്റ് അത് കൊണ്ടുവന്നു. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയ ശസ്ത്രക്രിയക്ക് സ്റ്റെന്റ് ഇട്ടത് പോലും 1 ലക്ഷത്തിന് മേലെ രൂപ മേടിച്ചിട്ടാണ്, 10,000 രൂപയുള്ള സ്റ്റെന്റിന്. അപ്പൊ പിന്നെ നമ്മൾ ആരോട് പറയാനുണ്ട്? ഒരേ മരുന്ന് പല രാസനാമത്തിൽ ഇറക്കുകയും അത് കമ്പനിയുടെ പേര് എഴുതുമ്പോഴാണ് ഡോക്ടർക്ക് കമ്മീഷൻ. എൻ്റെ ഒരു 15-20 കൊല്ലമായി ഞാൻ ഈ ആരോഗ്യ മേഖലയിലെ ചൂഷണങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് മരുന്നിന്റെ കൊള്ള, MRP ഫിക്സേഷൻ, മരുന്നിന്റെ വില നിശ്ചയിക്കുന്നതിൽ, മരുന്നിന്റെ വിലയിൽ MRP പ്രിന്റ് ചെയ്യുന്നതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലും ഉപഭോക്തൃ കോടതിയിലും ഞാൻ ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെയാണ് MRP? മാക്സിമം റീറ്റെയിൽ പ്രൈസ്. പക്ഷെ ഞാൻ പറയുന്നത് MRP മര്യാദ രഹിത പ്രൈസ്, അല്ലെങ്കിൽ മണി ഫോർ രാഷ്ട്രീയ പാർട്ടി. MRP മണി ഫോർ രാഷ്ട്രീയ പാർട്ടി. കാരണം ഇവരറിഞ്ഞുകൊണ്ടുള്ള ഒരു കൂട്ടുകച്ചവടമുണ്ട്. കീമോതെറപ്പിയുടെ എല്ലാം മരുന്നുകൾ വെറും 240, 500, 800 രൂപയുള്ള പല മരുന്നുകളും 5000, 10,000-ത്തിനാണ് കേരളത്തിലും ഇന്ത്യയിലും വിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ രോഗികളൊന്നും ഇല്ല കേട്ടോ, ദൈവം സഹായിച്ചു. നാളത്തെ കാര്യം എനിക്കറിയില്ല, എനിക്കും വലിയ രോഗങ്ങളൊന്നുമില്ല. പക്ഷെ ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, വൃക്ക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, കരൾ രോഗങ്ങളും ഹൃദയരോഗങ്ങളുമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ലൈഫ് സേവിങ് മെഡിസിൻ വേണ്ടവർ ഡോക്ടർമാരുടെ കൊള്ളക്ക് അടിമപ്പെട്ടുപോയി. എന്നെ ശ്രമിക്കുന്ന MLA-മാർ, MP-മാർ, ഉദ്യോഗസ്ഥർ, ഡ്രഗ് കൺട്രോളർ, സാമൂഹ്യ പ്രവർത്തകർ, നേതാക്കന്മാർ, ചാരിറ്റി നടത്തുന്ന വലിയ വലിയ പ്രവർത്തകർ, ധർമ്മം നടത്തുന്ന, മരുന്നിന് പണം കൊടുക്കുന്ന നന്മമരങ്ങൾ, എല്ലാ നന്മമരങ്ങളോടും ഞാൻ പറയുന്നുണ്ട്, എന്തിനാണ് ഒരു കിഡ്നി മാറ്റിവെക്കുവാൻ 20-25 ലക്ഷം രൂപ? നിങ്ങൾക്ക് ഇതിന്റെ അടിയിലൊന്നും അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമോ? വെല്ലുവിളിക്കുന്നു. ഒരു കിഡ്നി മാറ്റിവെക്കുവാൻ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ എഴുതാൻ പറ്റുമോ? ഡോക്ടർക്ക് ഇത്ര, ഓപ്പറേഷൻ തിയേറ്റർ ഇത്ര, അനസ്തേഷ്യക്ക് ഇത്ര, അതിന്റെ 2 ഓപ്പറേഷൻ തിയേറ്റർ വേണമല്ലോ, ഒരാളുടെ കിഡ്നി എടുക്കുന്നു, ഒരാളുടെ വെക്കുന്നു, 2 ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഒന്ന് എഴുതി കൂട്ടിയാൽ പോലും ഒരു 3 ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റിവെക്കാം. പിന്നെ എന്തിനാണ് നന്മമരങ്ങൾ? ഇവിടുത്തെ പ്രമുഖരും ഉന്നതരും, ചില പുരോഹിതന്മാരടക്കം, ചില വ്യവസായികൾ അടക്കം എന്തിനാണ് 25 ലക്ഷവും 30 ലക്ഷവും കിഡ്നി മാറ്റിവെക്കാൻ കൂട്ടുനിൽക്കുന്നത്? എനിക്ക് ബലമായ സംശയമുള്ളത്, 5 ലക്ഷം രൂപക്ക് കിഡ്നി മാറ്റിവെക്കുന്ന സമയത്ത് അത് 30 ലക്ഷം രൂപയാണ് ആശുപത്രി വാങ്ങുന്നതെങ്കിൽ അതിൽ പലർക്കും കിക്ക് ബാക്ക് ഉണ്ട്. അതായത് കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്ന പണങ്ങൾ, കിക്ക് ബാക്ക്. അത് രാഷ്ട്രീയക്കാർക്കുണ്ട്, ഉദ്യോഗസ്ഥർക്കുണ്ട്, നന്മമരങ്ങൾക്കുണ്ട്. ഇതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ മരണക്കാശിൽ, മരണത്തിന് ബലിയാടാവുന്ന പിച്ചക്കാശിൽ, ശവമായി പോകാൻ പോകുന്ന മനുഷ്യന്റെ ആ കിഡ്നിയും ലിവറും മാറ്റിവെക്കുന്നതിൽ പോലും, ക്യാൻസറിന്റെ മരുന്ന് മേടിക്കുന്നതിൽ പോലും പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന കമ്മീഷൻ മേടിക്കുന്നവർക്ക് എന്ത് പാതകമായിരിക്കും, എന്ത് പ്രാക്കായിരിക്കും അവർക്കും കുടുംബത്തിനും വരാൻ പോണെന്ന് എനിക്ക് ഒരു പിടിയില്ല. എന്തിനാണ് 30 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു ഡോക്ടർക്കോ, ഏതെങ്കിലും ഒരു ആശുപത്രിക്കോ, ഏതെങ്കിലും ആരോഗ്യമന്ത്രിക്കോ, ആരോഗ്യ സെക്രട്ടറിക്കോ, ആർക്കെങ്കിലും, ഈ ഭൂലോകത്തുള്ള ആർക്കെങ്കിലും കിഡ്നി മാറ്റിവെക്കാൻ എന്തിനാണ് 20-30 ലക്ഷം രൂപയെന്ന് ഇതിൻ്റെ അകത്തൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ, ഇന്നതിന് ഇത്ര രൂപയെന്ന് എഴുതിയാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. മേലാൽ ഞാൻ ഒരു കാര്യവും വായ തുറന്ന് പറയില്ല. എൻ്റെ പൊതുപ്രവർത്തനം, എൻ്റെ സോഷ്യൽ വർക്ക്, എൻ്റെ എല്ലാ പച്ചക്കറിയണത് വരെ ഞാൻ നിർത്താം. ഒരാൾ പറഞ്ഞാൽ മതി, എന്തിനാണ് കിഡ്നി മാറ്റിവെക്കുവാൻ 20 ലക്ഷം രൂപ? അതെങ്ങനെയാണെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും കേന്ദ്രത്തിന്റെ ഹെൽത്ത് മിനിസ്റ്ററെയും ഫാർമസ്യൂട്ടിക്കൽ മരുന്നിന്റെ വിഭാഗത്തിലെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും എല്ലാം ഞാൻ വെല്ലുവിളിക്കുന്നു.
എന്തിനാണ് ഒരു കിഡ്നി മാറ്റിവെക്കുവാൻ 20 ലക്ഷം രൂപ എന്ന് നിങ്ങൾ ഒന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. കിഡ്നി കാശ് കൊടുത്ത് മേടിക്കാനും പാടില്ല, വിൽക്കാനും പാടില്ല. വാങ്ങുന്നവനും വിൽക്കുന്നവനും, ഇത് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറും ഇത് ഓപ്പറേഷൻ ചെയ്ത ആശുപത്രി, ഇതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച പേപ്പർ ശരിയാക്കി കൊടുത്ത ബ്രോക്കർ അടക്കം എല്ലാവരും 10 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. അതാണ് നിയമം. അപ്പൊ പിന്നെ എങ്ങനെയാണ് 20 മുതൽ 50 ലക്ഷം രൂപക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഇത്ര അധികം കിഡ്നി സർജറികൾ നടക്കുന്നത്? കിഡ്നിയുടെ മനുഷ്യ അവയവ കച്ചവടം നടക്കുന്നത് എങ്ങനെ? മറ്റൊരു പ്രധാന കാര്യം, കരൾ മാറ്റ ശസ്ത്രക്രിയ. ഞങ്ങൾ എറണാകുളം കച്ചേരിപ്പടിയിലുള്ള ഗാന്ധി ഭവനിൽ സുപ്രീം കോടതിയുടെ സീനിയർ അഡ്വക്കേറ്റായ MR രാജേന്ദ്രൻ, ML ജോർജ്, ഫാദർ റോബി കണ്ണഞ്ചിറ, കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ നമ്മുടെ KS രാധാകൃഷ്ണൻ, നിരവധി പ്രമുഖരുമായി ഗാന്ധി ഭവനിൽ ഇന്ദിരാഗാന്ധിയുടെ മറ്റേ മൻമോഹൻ സിംഗിന്റെയും രാജീവ് ഗാന്ധിയുടെ ഒക്കെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ചർച്ചയിൽ. അന്ന് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ആ ഡോക്ടറോട് ചോദിച്ചു, ഒരു ബോർഡ് കൊടുത്തു, ഒരു ബ്ലാക്ക് ബോർഡ് കൊടുത്തിട്ട് ഒരു ചോക്കും കൊടുത്തിട്ട് പറഞ്ഞു, സാർ 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ കരൾ മാറ്റ ശസ്ത്രക്രിയ മേടിക്കുന്നുണ്ട്. അതിന്റെ ഓപ്പറേഷൻ ചാർജ്, ഓപ്പറേഷൻ തിയേറ്റർ, അനസ്തേഷ്യ, മരുന്ന്, അവരെത്ര ദിവസം കിടക്കണം, അങ്ങനെ ഒന്ന് എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഡോക്ടർ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എങ്ങനെ എഴുതിയാലും ഈ ബ്ലാക്ക് ബോർഡിൽ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക്, ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് എങ്ങനെ എഴുതി കൂട്ടിയാലും 7 ലക്ഷത്തിലും 10 ലക്ഷത്തിലും കൂടുതലും ആ ഡോക്ടർക്ക് എഴുതാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് തുറന്ന് സമ്മതിച്ചു. അന്ന് എൻ്റെ പച്ചക്ക് പറയുന്ന ഇങ്ങനെ ഒരു സംവിധാനമില്ല. ഞാൻ നിരവധി ചാനലുകളെ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഞങ്ങളോട് പൊതുവേദിയിൽ പറഞ്ഞത്, ഒരു ബ്ലാക്ക് ബോർഡിൽ കരൾ മാറ്റാൻ വേണ്ടി ഓരോ അക്കമിട്ട് 2 ഓപ്പറേഷൻ തിയേറ്റർ 2 ലക്ഷം രൂപ, അനസ്തേഷ്യ 2 ലക്ഷം രൂപ, സർജറിക്ക് 2 ലക്ഷം രൂപ, റൂം വാടക 1 ലക്ഷം രൂപ, അങ്ങനെ എങ്ങനെ എഴുതിയിട്ടും മരുന്നും ആന്റിബയോട്ടിക്കും ചില ഇൻഫെക്ഷൻ വന്ന അതിനുള്ള ഇഞ്ചക്ഷനും ഒക്കെ എഴുതിയിട്ടും 10 ലക്ഷത്തിന്റെ മുകളിലോട്ട് പോകുന്നില്ല, 7 ലക്ഷത്തിന്റെ മുകളിലോട്ട് പോകുന്നില്ല. അങ്ങനെ ആ ഡോക്ടർ തുറന്ന് സമ്മതിച്ചു, ഇത് ബാക്കി എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നമ്മുടെ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെ വീണ ജോർജിനെയും ഡ്രഗ് കൺട്രോളറെയും കളക്ടറെയും വലിയ വലിയ ഡോക്ടറെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMAയെയും KGMOയെയും ഇവിടെ എന്തൊക്കെ ആരോഗ്യ മേഖലയിലെ സംഘടനകളുണ്ട്, നന്മമരങ്ങളുണ്ട്, ചാരിറ്റി നടത്തുന്നവരുണ്ട്, മരുന്നിനും ഹൃദയ ശസ്ത്രക്രിയക്കൊക്കെ സഹായിക്കുന്ന ചാരിറ്റിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്കൊന്ന് എഴുതി കാണിക്കാമോ? ഒരു കരൾ മാറ്റാൻ എത്ര രൂപയൊന്ന് എഴുതി കാണിക്കാമോ? ഒരു 15 ലക്ഷത്തിൽ കൂടുതൽ കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വരികയാണെന്ന് നിങ്ങളൊന്ന് എഴുതി കാണിച്ചാൽ ബെന്നി ജോസഫ് പൊതുപ്രവർത്തനം നിർത്തും, മേലാൽ ഒരു കാര്യത്തിലും ഇടപെടൂല. ഞാൻ എന്താ രാമനാരായണ എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിച്ച് ഞാൻ ഈ വീട്ടിലിരുന്നോളാം. അപ്പൊ എന്നെ പോലെയുള്ളവർ പച്ചക്ക് വിളിച്ചു പറയുമ്പോൾ കിഡ്നിയും കരളും ക്യാൻസർ രോഗികളുടെ ഒക്കെ മരുന്ന് കമ്മീഷൻ അടിക്കുന്നവർ, രാഷ്ട്രീയ തൊഴിലാളികൾ, ഇവർ എന്നെ തെറി വിളിക്കും, എന്നെ തന്തക്ക് വിളിക്കും. നന്നായി വിളിച്ചോ, ഞാൻ ഈ പണി നിർത്തില്ല. സത്യം വിളിച്ചു പറയും. തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രാശ്ചിത്തം മേടിക്കാനും തയ്യാറാണ്. ഇവിടെ മുഴുവൻ ഉടായിപ്പാണ്. മരുന്നിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. പിന്നെ ദീപിക പത്രം എഴുതി, മരുന്നിൽ കൗമുദി പത്രം എഴുതി, ദീപിക അല്ല കൗമുദി പത്രം എഴുതി, മരുന്നിലെ വില്ലൻ ഡോക്ടറല്ല, രാഷ്ട്രീയക്കാർ, ഇത് നിയന്ത്രിക്കേണ്ട, വില നിയന്ത്രിക്കേണ്ട രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, പിന്നെ ഡോക്ടറാണ് ഇത് എഴുതി കൊടുക്കുന്നത്. അപ്പൊ അയാൾക്കാണ് ഏറ്റവും കൂടുതൽ ബ്രാൻഡ് എഴുതുമ്പോൾ കമ്മീഷൻ, പിന്നെ ഇതൊക്കെ ശരിയാക്കി കൊടുക്കുന്നവരും. അപ്പൊ 4-5 കള്ളന്മാരുണ്ട് ഈ ആരോഗ്യ മേഖലയിൽ. ക്യാൻസർ രോഗികളെയും വൃക്ക രോഗികളെയും കരൾ രോഗികളെയും കിഡ്നി പേഷ്യന്റിനെയൊക്കെ അവയവ കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇനി മറ്റൊരു കാര്യം അറിയോ, മരുന്നിന് MRP ഫിക്സ് ചെയ്യാൻ ഒരു ബോഡി ഇല്ല, ഒരു ഇതില്ല. അത് നമ്മുടെ മക്കൾക്ക് പേരിടുന്നത് പോലെ ഒരു മരുന്നിന് അങ്ങനെ ഒരു പേരിടും, ഒരു വിലയിടും. ഇതിനൊരു നിയന്ത്രണം വേണ്ടേ? തീർച്ചയായിട്ടും ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ കോടികളാവും.
ഒരു മരുന്ന് റിസർച്ച് ചെയ്യാൻ കുറെ കോടികൾ വരും. പക്ഷെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ 10 രൂപ 100 രൂപ മതി. കാരണം ഇതെല്ലാം കെമിക്കലാണല്ലോ. 18 കോടി രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ഈ നാട്ടിൽ വിൽക്കുകയും അത് മേടിക്കുകയും ചെയ്യുന്ന പറയുമ്പോൾ എത്ര കിക്ക് ബാക്ക് കിട്ടുന്നുണ്ടാവും? 18 കോടി രൂപയുടെ ഒരു വാക്സിനേഷൻ നന്മ മരങ്ങളൊക്കെ കൂടി മേടിക്കുമ്പോൾ എത്ര രൂപ കിക്ക് ബാക്ക്, അതായത് ആശുപത്രിക്കോ മരുന്ന് കമ്പനിക്കോ കൊടുത്തിട്ട് തിരിച്ച് വേറെ അക്കൗണ്ട് വഴി വിദേശ രാജ്യങ്ങളിൽ കൊടുക്കുന്നത് എത്രയാണെന്ന് CBI അന്വേഷിക്കണം. ഇനി ഞങ്ങൾ കൊച്ചിയിൽ വെച്ചിട്ട് 2009 ഗാനഗന്ധർവൻ നമ്മുടെ ദാസേട്ടൻ, പത്മവിഭൂഷൺ ഡോക്ടർ ദാസേട്ടനും ബെന്നി ജോസഫും മന്ത്രി ശിവകുമാർ, അടൂർ പ്രകാശ്, ശ്രീമതി ടീച്ചർക്ക്, ഫാദർ റോബി കണ്ണഞ്ചിറയൊക്കെ ആയിട്ട് ഞങ്ങൾ ശ്രീമതി ടീച്ചർക്ക് ഇത് കൊടുക്കണാണ് കാണുന്നത്. എന്ത് അപേക്ഷ കൊടുക്കണത്? ഇത് ശ്രീമതി ടീച്ചറാണ്, അന്നത്തെ ആരോഗ്യമന്ത്രിയാണ്. കുറഞ്ഞ നിരക്കിൽ എല്ലാ ജില്ലകളിലും ജീവൻ രക്ഷാ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങും മന്ത്രി ശ്രീമതി. ഇത് മാതൃഭൂമിയിലും മനോരമയിലൊക്കെ ഉണ്ടായി. സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച 2009 വർഷം സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ശ്രീമതി ടീച്ചറും ബെന്നി ജോസഫും യേശുദാസും ഫാദർ റോബി കണ്ണഞ്ചിറയും MR രാജേന്ദ്രനും എല്ലാം കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായി, സീനിയർ അഡ്വക്കേറ്റ് ഫ്രം സുപ്രീം കോർട്ട്. ഈ ഇതില് ഞങ്ങളോട് പറഞ്ഞിരുന്നത്, ഇവർ കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മരുന്ന് മേടിക്കുന്നുണ്ട്, അവർക്ക് വളരെ വില കുറച്ചാണ് മരുന്ന് കിട്ടണം. അപ്പൊ ദാസേട്ടൻ ചോദിച്ചു, നമ്മുടെ മറ്റന്നാൾ ദാസേട്ടന്റെ 84ാമത്തെ ബർത്ത്ഡേ. ആ മനുഷ്യനൊക്കെ പൊതുപ്രവർത്തനം ചെയ്യാൻ താല്പര്യമില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ, പറയുന്നത് ചെയ്യാത്ത ഭരണാധികാരികളുള്ള നാട്ടിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീമതി ടീച്ചർ ഞങ്ങൾക്ക് അന്ന് ഒരു ഉറപ്പ് തന്നത്, കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ വിലക്ക് തന്നെ മരുന്ന് കൊടുക്കാൻ കുറെ സ്ഥാപനങ്ങളും. അപ്പൊ ഞങ്ങൾ അന്നൊരു കാര്യം പറഞ്ഞു, കേരള ഗവൺമെന്റ് മരുന്നുകൾ 5 കോടിക്കും 10 കോടിക്കും മരുന്ന് മേടിക്കുന്നത് 6 മാസത്തെ കടം, അതായത് ക്രെഡിറ്റിലാണ്. അപ്പൊ ദാസേട്ടൻ പറഞ്ഞു, കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഞങ്ങൾ ജനപക്ഷം കുറച്ച് കടകൾ തുടങ്ങാം. നിങ്ങൾ തരുന്ന മരുന്ന് അതേ വിലക്ക്, അതേ ബില്ല് പ്രദർശിപ്പിച്ചുകൊണ്ട്, അതായത് വാങ്ങുന്ന ബില്ല് പ്രദർശിപ്പിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ ആ വിലക്ക് തന്നെ കൊടുക്കാം. കടയുടെ വാടകയും കറണ്ടിന്റെ കാശും ഫ്രിഡ്ജും ഫാർമസിസ്റ്റായിട്ട് മരുന്ന് എടുത്തു കൊടുക്കണവന്റെ ശമ്പളവും ദാസേട്ടൻ കൊടുത്തോളാന്ന് പറഞ്ഞു. അതായത് കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്നുകളെല്ലാം തന്നെ ക്യാൻസറിന്റെയും കിഡ്നിയുടെയും ലിവറിന്റെയും ഒക്കെ 1000 രൂപ വിലയുള്ള മരുന്ന് 10,000 രൂപക്ക് പുറത്തു വിൽക്കുന്നത് കൊണ്ട് ദാസേട്ടൻ പറഞ്ഞു, ഞങ്ങൾ കട തുടങ്ങാം. അങ്ങനെ എനിക്ക് ടൗൺ ഹാളിന്റെ അവിടെ ഒരു കട ഫ്രീ കിട്ടി. KSRTC ട്രാൻഡ്രത്ത് ഒരാൾ ഒരു കട ഓഫർ. ജനങ്ങൾ മുഴുവൻ എന്നെ വിളിക്കാൻ തുടങ്ങി, ഇവിടെ ഒന്ന് എനിക്ക് കട സൗജന്യമായിട്ട് തരാം, കറണ്ട് കാശ് ഞങ്ങൾ കൊടുത്തോളാം, ചിലർ പറഞ്ഞ് ഞങ്ങൾ ഫ്രിഡ്ജ് മേടിച്ചു തരാം. അങ്ങനെ ശ്രീമതി ടീച്ചറെ നിരന്തരം പോയി കണ്ടു, അടൂർ പ്രകാശിനെ പോയി നിരന്തരം കണ്ടു, അച്യുതാനന്ദനെ പോയി നിരന്തരം കണ്ടു. അവസാനം ഇവർ പറയുന്നു, അത് നിങ്ങൾ അങ്ങനെ മരുന്ന് കൊടുത്താൽ നിങ്ങൾക്ക് നഷ്ടം വരും. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടം വന്നോട്ടെ, നിങ്ങൾ തരുന്ന വിലക്ക് ഞങ്ങൾ കൊടുത്തോളാം. അതൊന്നും ശരിയാവൂല. ഒറ്റ വാക്കിൽ തീർന്ന്. പത്രങ്ങളിൽ വന്നപ്പോഴോ ശ്രീമതി ടീച്ചർ പറഞ്ഞ എന്താ, എല്ലാ ജില്ലകളിലും ന്യായവില, കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ ന്യായവില കടകൾ തുടങ്ങും. ഇവർക്ക് പ്രഖ്യാപിച്ചാൽ മതിയല്ല, 4 വോട്ടിന് വേണ്ടി എന്തും പറയും. ഇതേ ശ്രീമതി ടീച്ചറാണല്ലോ ഗണേഷ് കുമാറിനെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഇവരൊക്കെ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുകയും 4 വോട്ടിന് വേണ്ടി എന്ത് നക്കിത്തരവും ചെയ്യുമ്പോൾ ഞങ്ങളെ പോലെയുള്ളവർക്ക് തെറി മാത്രം ഉണ്ടാവുള്ളൂ. അവയവ കച്ചവടം പൊടിപൊടിക്കുകയാണ് കേരളത്തിൽ. ഏറ്റവും സങ്കടമുള്ള കാര്യവും കൂടി പറയട്ടെ, ഞാൻ എൻ്റെ കിഡ്നി നിങ്ങളിൽ ഒരുവന് തരുവാണെന്ന് വിചാരിച്ചോ, അവയവദാനം മഹാദാനമാണ്. അവയവദാനം ചെയ്യുമ്പോൾ മാത്രം അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ജാതി ഒന്നും നോക്കണില്ല. എൻ്റെ കിഡ്നിയോ കരളോ നിങ്ങൾക്ക് തരുമ്പോൾ ആ പേപ്പറുകൾ ശരിയാക്കാൻ, അതിൻ്റെ രേഖകൾ ശരിയാക്കാൻ 3-4 ലക്ഷം രൂപ കൈക്കൂലി മേടിക്കണ നാട്ടിലാണ് ഞാൻ ഇത് പറയുന്നത്. ഒരിക്കൽ കൂടി നാണമില്ലാത്ത ജനങ്ങളെ, മരവിച്ച മനസാക്ഷിയുള്ള മനുഷ്യരെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എൻ്റെ കിഡ്നിയോ കരളോ നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ രേഖകൾ, പേപ്പറുകൾ ഓപ്പറേഷന് മുമ്പ് ശരിയാക്കേണ്ടതിന് വില്ലേജ് ഓഫീസും മറ്റ് ഹെൽത്ത് കമ്മിറ്റി, മറ്റേ കമ്മിറ്റിയിലൊക്കെ പോയി ശരിയാക്കേണ്ടതിന് ഇവിടെ കേരളത്തിൽ ഏജന്റുമാരുണ്ട്. ഞാൻ നേരിട്ട് ചെന്ന് പ്രസിമോനോ സാജനോ സഞ്ജീവിനോ ആർക്കെങ്കിലും, നസറുദ്ദീനോ എൻ്റെ ഫ്രണ്ടായ ഫിലിപ്പിനോ എൻ്റെ കിഡ്നി തരികയാണെങ്കിൽ
എന്റെ കിഡ്നി തരികയാണെങ്കിൽ അതിന്റെ പേപ്പർ, അതിന്റെ രേഖ ശരിയാക്കാൻ കൈക്കൂലി മേടിക്കുന്ന ഈ നാട്ടിൽ ഞാൻ എന്ത് പച്ചക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇടിത്തി വീടില്ലേ, ഇടിത്തി വീടില്ലേ? നമ്മുടെ കരളോ കിഡ്നിയോ കൊടുക്കുമ്പോൾ ആ രേഖ ശരിയാക്കാൻ കൈക്കൂലി മേടിക്കുന്നത് ഇവിടുത്തെ CBIക്കും ക്രൈംബ്രാഞ്ചിനും ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ ഡോക്ടർമാർക്കും അറിയാൻ പാടില്ലെന്നാണ് പറയുന്നത്. ബെൻസിലും BMW-യിലും വലിയ വലിയ കാറുകളിലും നടക്കുന്ന പ്രമുഖനും ഉന്നതനും ആശുപത്രി മുതലാളിമാരും ഡോക്ടർമാരും നെഞ്ചത്ത് കൈവച്ചിട്ട് എൻ്റെ ഒരു ചർച്ചക്ക് വരാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം, പച്ചക്ക് പറയൽ നിർത്താം, ഞാൻ ജയിലിൽ പോയി കിടക്കാം. ഇവിടുത്തെ എല്ലാ മാന്യന്മാരായ ഡോക്ടർമാരെയും IMAയെയും മന്ത്രിമാരെയും എല്ലാം ഞാൻ ഒന്ന് ക്ഷണിക്കുന്നു. ഇത്രയധികം കരൾ മാറ്റവും കിഡ്നി മാറ്റവും വൃക്കമാറ്റ ശസ്ത്രക്രിയയും ലീഗലായിട്ടാണോ നടക്കുന്നത്? അഴിമതിയിലൂടെയല്ലേ നടത്തുന്നത്? ഇതിൽ പലരും കമ്മീഷൻ മേടിച്ചിട്ട് വിദേശയാത്ര നടത്തുന്നു, മുന്തിയ കാറുകൾ മേടിക്കുന്നു, മുന്തിയ ഫ്ലാറ്റുകൾ മേടിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു ഇവിടുത്തെ IMAയെയും KGMOയെയും, ഞാൻ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിക്കുന്നു. കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന അവയവ കച്ചവട മാഫിയെ നിയന്ത്രിക്കാൻ, അവിടെ ഒരു മര്യാദയുള്ള വില കൊണ്ടുവരുവാൻ. ഇനി കച്ചവടം നടത്താൻ പാടില്ലെന്നാണ് നിയമം. ഇനി അഥവാ കിഡ്നി മേടിക്കുകയാണെങ്കിൽ, കരൾ മേടിക്കുകയാണെങ്കിൽ മാന്യമായിട്ട് അതിന്റെ പേപ്പർ ശരിയാക്കാൻ പോലും 3 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ കൈക്കൂലി മേടിക്കുന്നത് തെളിയിക്കാൻ എനിക്ക് സാധിക്കും. ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കോ എന്തെങ്കിലും നടപടിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ മിസ്റ്റർ മുതുകാട്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ആരും കാണാൻ പോകുന്നില്ല. ജോസ് മാവേലി, ജനസേവ ശിശുഭവൻ, നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനമൊന്നും ആരും കാണാൻ പോകുന്നില്ല. കമ്മീഷൻ അടിക്കുന്ന നന്മമരങ്ങളും കമ്മീഷൻ അടിക്കുന്ന ഡോക്ടർമാരും കമ്മീഷൻ അടിക്കുന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും കൈക്കൂലി മേടിച്ച് ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഒരു രാജ്യം ഉണ്ടാവില്ല. മറ്റു രാജ്യത്ത് ഇതിനെക്കാട്ടിലും ചെലവ് കൂടുതലാണെങ്കിലും അത് ഇൻഷുറൻസ് ആണ്. അവിടെ നമ്മൾക്ക് ഒരു രോഗം വന്നാൽ ഇൻഷുറൻസ് ആണ് പേ ചെയ്യണം. പക്ഷെ ഇവിടെ ഇൻഷുറൻസ് ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്, എൻ്റെ സ്വന്തം കരളോ കിഡ്നിയോ ഞാൻ ഒരുത്തന് ദാനം ചെയ്യുമ്പോൾ അതിൽ പോലും കമ്മീഷനും കൈക്കൂലിയും മേടിക്കുന്ന ഡോക്ടറും ആരോഗ്യ വകുപ്പും മറ്റു ഉദ്യോഗസ്ഥരും ഉണ്ടോ എന്ന് ക്രൈംബ്രാഞ്ചും CBI അന്വേഷിക്കണം. ഞാനത് വെല്ലുവിളി ഏറ്റിട്ട് അങ്ങനെ ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. എൻ്റെ പച്ചക്ക് പറയണ പരിപാടി ഞാൻ അവസാനിപ്പിക്കാം. ഏതായാലും 64 വയസ്സായല്ലോ, ഇനിയിപ്പോൾ അതൊക്കെ നിർത്താം. തന്തക്ക് വിളി കേട്ട് മതിയായി, തെറി വിളി കേട്ട് മതിയായി. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? പച്ചക്ക് പറയുകയാണ്. പത്രങ്ങൾക്ക് ഇതറിയാം, പത്രക്കാർക്ക് ഇതറിയാം. പക്ഷെ അവർക്കൊക്കെ പരിധികളുണ്ട്. എനിക്ക് സത്യം പറയാൻ ഒരു പരിധിയും നോക്കേണ്ട കാര്യമില്ല, എനിക്കാരെയും ഭയവും ഇല്ല. ഒരിക്കൽ കൂടി വെല്ലുവിളിച്ചിട്ട് പറയുന്നു, കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങുന്ന മരുന്നിന്റെ വിലകൾ, നിങ്ങൾക്ക് കിട്ടുന്ന വില നാളത്തെ മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും മാതൃഭൂമി ചാനലിലും മറ്റ് എല്ലാ പത്രമാധ്യമങ്ങളിലും കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ മേടിക്കുന്ന മരുന്നിന്റെ വില, മേടിക്കുന്ന വില, നമ്മുടെ നികുതി പണം കൊണ്ട് മേടിക്കുന്ന വില പ്രസിദ്ധീകരിക്കാൻ നമ്മുടെ വീണ ജോർജിനും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എല്ലാം സാധിക്കുമോ? പാവങ്ങളെ ഇങ്ങനെ കൊള്ളയടിക്കരുത്. മരുന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ നിലനിർത്താനുള്ളതാണ്. അതിൽ ഇത്രയും കൊള്ളയടിക്കരുത്. ചങ്ക് പൊട്ടിയാണ് പറയുന്നത്. നാളെ നിങ്ങളുടെ വീട്ടിലും ഈ ദുരന്തങ്ങൾ വരും. ക്യാൻസറിന്റെ ഒക്കെ മരുന്ന് 10 മടങ്ങ്. ഡോക്ടർ VP ഗംഗാധരനെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് വിളി, ഞാനും വിളിക്കുന്നു, എൻ്റെ സുഹൃത്തു കൂടിയാണ്. ഡോക്ടർ ഗംഗാധരൻ നല്ല മനുഷ്യനാണ്. പക്ഷെ താങ്കൾ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മരുന്നിലെ കമ്മീഷൻ ഭയങ്കര കൂടുതലാണ്, എന്ത് ചെയ്യും? ഞാൻ വാങ്ങുന്നില്ല ബെന്നി, ബാക്കിയുള്ളവർ വാങ്ങുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, 100 രൂപയുടെയും 1000 രൂപയുടെയൊക്കെ കീമോതെറപ്പിയുടെ മരുന്ന് 10,000 രൂപക്കല്ലേ വിൽക്കുന്നത്? 10,000 രൂപയുടെ മരുന്ന് ലക്ഷത്തിനല്ലേ വിൽക്കുന്നത്? ഞാൻ പേരെടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഡോക്ടർ VP ഗംഗാധരൻ, സച്ചിദാനന്ദ കമ്മത്ത്, ജോസ് പെരിയപുരം, അങ്ങനെ പ്രമുഖരായ ജോസ് പെരിയപുരം, അങ്ങനെ ഡോക്ടർ ജി ജോസ്, എൻ്റെ എത്രയോ നല്ല ഡോക്ടർമാരുണ്ട്. നമുക്കിതൊന്ന് നിയന്ത്രിക്കണ്ടേ സാർ? അപേക്ഷിക്കുകയാണ്. വീണ ജോർജ്, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമുക്ക് ഈ മരുന്നിലെ കൊള്ള ഒന്ന് അവസാനിപ്പിക്കണ്ടേ?
എവിടെയാണ് ഇതിന്റെ ലൂപ്പ് എന്നൊന്നും മനസ്സിലാക്കണ്ടേ? ചെറിയ ലാഭമൊക്കെ എടുത്തു, ഒരു മര്യാദ വേണ്ടേ? എന്നിട്ട് നന്മ മരങ്ങൾ 25 ലക്ഷം രൂപ കിഡ്നിക്ക് കൊടുക്കുമ്പോഴും 40-50 ലക്ഷം രൂപ കരൾ മാറ്റി വെക്കുമ്പോഴും കിക്ക് ബാക്ക് വരിക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അടിയുറച്ച് ഇത് കാണുന്നവർ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിൽ, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ കേരളത്തിൽ ഞാൻ തറപ്പിച്ച് പറയുന്നു, കേരളത്തിൽ കഴിഞ്ഞ 2 വർഷം കരൾ മാറ്റിവെച്ച ശസ്ത്രക്രിയയും കിഡ്നി മാറ്റിവെച്ച ശസ്ത്രക്രിയക്കും എത്ര രൂപയായി, അത് എങ്ങനെയായി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ അവയവം ലക്ഷങ്ങളും കോടികളും കൊടുത്ത് മേടിച്ചത് എനിക്ക് തെളിയിക്കാൻ സാധിക്കും. കിഡ്നിയുടെ വില തീരുമാനിക്കുന്നത്, ഞാൻ കിഡ്നി കൊടുക്കുന്നത് ഒരു സാധാ കൂലിപ്പണിക്കാരനാണെങ്കിൽ അത് 3 ലക്ഷം 5 ലക്ഷം കിട്ടുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ കിഡ്നി കൊടുക്കുന്നത് മഹാനടന്മാർക്കും പ്രമുഖനും ഉന്നതനുമായ വ്യവസായികൾക്കാണെങ്കിൽ എൻ്റെ അതേ കിഡ്നി ഓട്ടോ തൊഴിലാളിക്കും, ബസ് തൊഴിലാളിക്കും, ഡ്രൈവറിനും, പെയിന്റർ പണിക്കും, പുല്ല് പറിക്കാൻ പോകുന്നതിനും, കൂലിപ്പണിക്കാരനും എൻ്റെ കിഡ്നി 5 ലക്ഷം രൂപക്കാണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ അതേ കിഡ്നി മഹാനടന്മാർക്കും ഉന്നതനും കോടീശ്വരന്മാർക്കുമാണ് കൊടുക്കുന്നതെങ്കിൽ എൻ്റെ കിഡ്നിക്ക് 1 കോടി രൂപ വരെ വില കിട്ടും. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം, CBI അന്വേഷിക്കണം. മരുന്നിന്റെ മേഖലയിൽ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടാവണം. ദയവായി ഇതെല്ലാവരിലും എത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന എളിയ വെല്ലുവിളിയും അപേക്ഷയും നിങ്ങൾ കൈക്കൊള്ളണം. കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷന്റെ മരുന്നിന്റെ വില നാളെയോ മറ്റന്നാളോ 1 മാസത്തിനുള്ളിൽ കഴിഞ്ഞ 2 വർഷം അല്ലെ കഴിഞ്ഞ 5 വർഷം കേരള മെഡിക്കൽ സപ്ലൈ കോർപ്പറേഷൻ വാങ്ങിയ മരുന്നിന്റെ പേരും ബ്രാൻഡും വിലയും മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ പത്രങ്ങളിലും നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ? ഹെൽത്ത് മിനിസ്റ്റർ, ഹെൽത്ത് സെക്രട്ടറി, പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹെൽത്ത് മിനിസ്റ്റർ, IMA, ഡോക്ടേഴ്സ്, പ്രമുഖർ, ഉന്നതർ. കൂടാതെ കേരളത്തിൽ ഇത്ര അധികം കിഡ്നി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, വൃക്ക മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ശരിയാക്കാൻ എത്ര രൂപ കൈക്കൂലി ഇനത്തിൽ ഓരോരുത്തർ പിടുങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ദൈവത്തെ ഓർത്ത് ശവം പോലും, മനുഷ്യന്റെ ഡെഡ് ബോഡി പോലും മുറിച്ചു തിന്നുന്ന മനുഷ്യർ ഉണ്ടാവരുത്. ശവം തിന്നുന്ന മനുഷ്യർ ഉണ്ടാവരുത്. വിദ്യാഭ്യാസം മൂല്യം നഷ്ടപ്പെട്ട് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാവുമ്പോഴാണ് ഡോക്ടർമാർ ബുച്ചർമാർ ആവുന്നത്. എല്ലാവരെയും അടക്കം പറയുന്നില്ല, മിക്കവാറും ഡോക്ടർമാർ ഇറച്ചി വെട്ടുകാരുടെ പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ദയനീയമാണ്, അത് ദൈവകോപമുണ്ടാക്കും, അത് മനുഷ്യത്വരഹിതമാണ്. ഞാൻ പറയുമ്പോൾ കള്ളന് നോവും, കട്ടവന് നോവും. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റ് ചെയ്തവന് നോവും. ആ നോവ്, ആ വേദന എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ വെല്ലുവിളി കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും എല്ലാ പ്രമുഖരും, ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എല്ലാവരോടും ഞാൻ പറയുകയാണ്, മരുന്നിന്റെ കൊള്ള വളരെ വലുതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബെനി ജോസഫ് പൊതുപ്രവർത്തനവും പുറത്തോട്ടിറങ്ങലും എല്ലാ പരിപാടിയും നിർത്തി എല്ലാവരോടും മാപ്പ് പറഞ്ഞ് ഈ പണി ഞാൻ നിർത്താം. കണ്ടിട്ട് സഹിക്കുന്നില്ല. എൻ്റെ അടുത്ത് അത്രയും രോഗികളാണ് ഒരേ ദിവസം തന്നെ. അപ്പം ഇതെല്ലാം അന്വേഷിക്കാൻ എല്ലാവർക്കും ആവട്ടെ. ഇത് മാക്സിമം എല്ലാ രോഗികളും ഷെയർ ചെയ്യണം. രോഗം വരുമ്പോൾ മാത്രം നിങ്ങൾ കരഞ്ഞിട്ട് കാര്യമില്ല. ആരോഗ്യ മേഖലയിലെ ചൂഷണം, മരുന്നിൻ്റെ മേഖലയിലെ ചൂഷണം മനസാക്ഷിയില്ലാത്തതാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാവർക്കും നല്ല ബുദ്ധി വരട്ടെ.